Hello friends, welcome to Kitchen of Spices. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഉണ്ട്, പിന്നെ കുറച്ച് വിശേഷങ്ങളും. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ബാൽക്കണി കൂടെ പുറത്ത് നോക്കുമ്പോൾ നല്ല വെയിലാണ്. 2 ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പം അതിനുശേഷം ഇന്ന് വെയിൽ, ഇന്നത്തെ വെയിൽ നല്ല ചൂടുണ്ട് ഇന്നത്തെ വെയിലിന്. അപ്പം ദാണ്ടെ ഈ കാണുന്ന ആളെ പരിചയമുണ്ടോ? വല്ല പരിചയമുണ്ടോ? അപ്പം ഞാനൊരു 1.5 ആഴ്ച മുമ്പ് എങ്ങനെ പുതിന നമുക്ക് വീട്ടിൽ തന്നെ വളർത്താമെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ മുറിച്ച് നട്ടു വെച്ച പുതിന ചെടിയാണ്. അതുകൊണ്ട് 1.5 ആഴ്ചയായി. വലിയ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പം അന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പുതിന ഇങ്ങനെ കമ്പ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കിളിക്കുമോ കിളിക്കത്തില്ല. അപ്പം അതിന് നല്ലൊരു പ്രൂഫാണിത്. 1.5 ആഴ്ചയിൽ ഞാൻ അതേപോലെ വെച്ചേക്കാണ്, ഞാൻ തൊട്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മണ്ണിലേക്ക് ഇത് മാറ്റി നടാനുള്ള സമയം കിട്ടിയില്ല. ഇതൊരു ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റി നടേണ്ടതാണ്. അപ്പം ഇന്ന് ഞാൻ ഇത് മാറ്റി നടുന്നതാണ്. അതുകൊണ്ട് അതിന് പുതിയ കുഞ്ഞ് ഇലയും കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിന ചെടിയുടെ വിശേഷം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താണ്ടെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക, എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഞാനിരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ഒരു സ്പെഷ്യൽ ദോശയും ഒരു ഇൻസ്റ്റൻറ്റ് പയറുകറിയാണ് ഉണ്ടാക്കുന്നത്. അത് ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പയർ കറിയാണ്. ഈ പയറാണെങ്കിൽ നമ്മൾ തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട. ഇത് അന്നേരം തന്നെ ഞാൻ എടുത്ത് കഴുകി പയറും അതിന് പകരം കൂടെ മുളക്, പിന്നെ ഒരു അരമുറി സവാള, ഒരു കുഞ്ഞുരുളക്കിഴങ്ങ് ഇത്രയും കൂടെ അരിഞ്ഞ് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. പയറിൻ്റെ വേവ് ഓരോ പയറിനെ പോലെ ഇരിക്കും. ഇപ്പം ഈ പയർ ഞാനാണെങ്കിൽ ഒരു 2-3 വിസിൽ ഹൈ ഫ്ലെയിമിൽ, ഒരു കുഞ്ഞ് വിസിൽ അങ്ങനെ അടിച്ചാണ് ചെയ്യുന്നത്. ഇത് ചപ്പാത്തിക്ക് നല്ലൊരു കറിയാണ്. ഇത് നമ്മുടെ യൂട്യൂബിൽ തന്നെ സബീന സ്പൈസ് ഡയറി എന്നൊരു ചാനലുണ്ട്, അതിൽ നിന്ന് കിട്ടിയ വ്ളോഗാണ്. ഇത് പലവട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ദോശ റെസിപ്പിയിൽ പോകാം. അതിന് നമുക്കൊരു തേങ്ങ അരപ്പ് വേണം. അത് നമ്മൾ ആവശ്യം തേങ്ങയും, ഒരു അരമുറി സവാളയും, ഒരു 1/2 സ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് ചതച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ നമ്മൾ തോരൻ അരയ്ക്കുന്ന പോലെ ആ ഒരു ചതച്ചെടുത്ത് നമുക്ക് ഈ മാവിലോട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ ഇന്നലെ ദോശയ്ക്ക് വേണ്ടി അരച്ചു വെച്ച മാവാണ്. ഇൻ കേസ് നിങ്ങൾക്ക് മാവില്ല, ഇൻസ്റ്റൻറ്റ് ദോശയാണ് വേണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. അതായത് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ അത് 1 മിനിറ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചാൽ മതി. എന്നിട്ട് അതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചേക്കണം, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ അരപ്പ് ഇവിടെ ഞാൻ അരച്ചു നല്ലതുപോലെ. അത് അരച്ചെന്ന് വെച്ചാൽ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ആ തേങ്ങയ്ക്കൊരു എന്താ പറയുക, ഒരു പച്ച മണമുണ്ടല്ലോ, ആ ഒരു പച്ച മണവും ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് തേങ്ങ ഒന്ന് മൂപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ മിക്സ് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യുക. അതായത് ആ ഒരു പച്ച ഇത് മാറുന്നിടം വരെ സോട്ട് ചെയ്യുക. അത് ഒരുപാട് ബ്രൗൺ ആകണ്ട, ഒരു പച്ചപ്പ് മാറിയാൽ മതി. ശരിക്കും ഈ ദോശ നല്ലൊരു വെറൈറ്റി ദോശയാണ്. പിന്നെ പ്രത്യേകിച്ച് കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ പയറുകറി എൻ്റെ കൂടെ വെക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ മൂപ്പിച്ചിട്ട് ഞാൻ നമ്മുടെ മാവിനകത്തേക്ക് മിക്സ് ചെയ്യാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സായി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടുന്നത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിന് എണ്ണയെന്ന് പറയുന്നത് കുറച്ചധികം എണ്ണ ഒഴിക്കണം. കാരണം നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കുറച്ചധികം. കാരണം ഇതിനകത്ത് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പം എണ്ണ ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പം ചില നോൺ സ്റ്റിക്ക് പാനൊക്കെ, ദോശ തവയൊക്കെ ആണെങ്കിൽ അതിനകത്ത് എണ്ണ ചേർക്കണ്ട. പക്ഷെ അതാണെങ്കിലും ശകലം എണ്ണ ചേർക്കണം. അല്ലെങ്കിൽ അത് അടിക്ക് പിടിച്ച് പോകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. തേങ്ങയൊക്കെ ഇതിനകത്ത് ചേർത്തതാണല്ലോ. അപ്പം അത് നമ്മുടെ ദോശ പോലെ അല്ല, അത് കുറച്ച് അടിക്ക് പിടിക്കും. അപ്പം അത് എണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ഞാൻ നല്ലതുപോലെ തൂകിയിട്ട് ഈ മാവ് ഞാൻ അതിനകത്തേക്ക് കോരി ഒഴിക്കുകയാണ്. കോരി ഒഴിക്കുന്നത് ഇച്ചിരി കനം കുറച്ചാണ്, നമ്മൾ കട്ടിക്കുന്നില്ല, കനം കുറച്ചാണ് ഞാൻ ആ ദോശ ഇതിനകത്ത് ചൂടുന്നത്. അതുകൊണ്ട് ആ ഒരു കനം കുറച്ചിട്ട് നമ്മൾ എന്നിട്ടൊന്ന് വീശിയെടുക്കാൻ പറ്റുമെങ്കിൽ വീശിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നാൽ ഒരുപാട് കനം കുറയ്ക്കുകയും ചെയ്യരുത്, എന്നുവെച്ചാൽ നമ്മൾ നൈസായിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് കട്ടി കൂടുകയും ചെയ്യരുത്. ആ ഒരു രീതിയിലാവണം. എന്നിട്ട് ഇത് പൊതുവെ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങൾ അടച്ചു വെച്ച് വേവിക്കുന്നില്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടണം, അല്ലെങ്കിൽ ആ മേൽഭാഗം ഒന്നും വേവില്ല. അപ്പം മറിച്ചിട്ടിട്ടും, പക്ഷെ ആ മറിച്ച് ഒരുപാട് സൈഡ് മുരിയുണ്ട്, ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം ഈ സമയത്ത് നമുക്ക് ഈ ദോശ നല്ലതുപോലെ മുരിഞ്ഞ് വരണമെങ്കിൽ നമ്മൾ ആ സൈഡിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുത്താൽ മതി. അപ്പം അത് പറഞ്ഞാൽ ദോശ അടി നല്ലതുപോലെ മുരിഞ്ഞ് വെക്കും. നമുക്ക് ഈ ദോശ എന്തായി നോക്കാം.
കണ്ടില്ലേ, ദോശ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ മൊരിഞ്ഞ് വെച്ചില്ല, എന്നാലും അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഇളക്കുകയാണ്. പതുക്കെ ഇളകണം, കാരണം നമ്മൾ കനം കുറച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ആ മുറിഞ്ഞു വരാനുള്ള ചാൻസ്, കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ദോശ എടുത്തു. നല്ല അടിപൊളി സ്പെഷ്യൽ ചമ്മന്തി ദോശയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ദോശയാണ്. ഇനി നമുക്ക് ഈ മാവ് വെച്ച് ബാക്കി ദോശ ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മുടെ പയറുകറി എന്തായാലും നോക്കാം. അപ്പം 3 വിസിൽ പയറിൻ്റെ കഴിഞ്ഞു. പയറിൻ്റെ 3 വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ പയർ വെന്തിട്ടുണ്ട്. 3 വിസിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കാണ്. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടാണ് ചെയ്തത്. എൻ്റെ പയർ നല്ലതുപോലെ വെന്തു. വെള്ളം ഇച്ചിരി ഇല്ല അതിനകത്ത്, വെള്ളം ശരിക്കും കുറഞ്ഞു പോയി. പയർ വെന്തു. പിന്നെ ഉരുളക്കിഴങ്ങ് വേവാൻ പിന്നെ ഒരു വിസിലാകുമ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. അപ്പം ഇതിനകത്ത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ അതിൻ്റെ പ്രത്യേക അളവ് ഞാൻ പറയണില്ല, കാരണം നമ്മുടെ കറിക്ക് എത്രത്തോളം കറി വേണമോ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പം ഇതിനകത്തേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും പിന്നെ ഞാൻ എക്സ്ട്രാ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. അത് ആ ലൂസ് കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് എൻ്റെ കറിക്ക് ആവശ്യമുള്ള രീതിയിൽ വെക്കണം. അപ്പം നിങ്ങളുടെ കറിക്ക് എത്രത്തോളം അളവ് വേണോ അത്രത്തോളം തേങ്ങാപ്പാൽ ചേർക്കാം. ഇതിപ്പം എന്താ പറയുക, നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുക, തേങ്ങ അരച്ചിട്ട് ചോറിൻ്റെ കൂടെ. ഏകദേശം ആ ഒരു കോമ്പിനേഷനാണ്. പക്ഷെ നമ്മൾ അതിന് പകരം ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ ആകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഇത് ശരിക്കും ചപ്പാത്തിക്ക് നല്ലൊരു കറിയാണ്. ഞാൻ കുറേ വട്ടം ചപ്പാത്തിയുടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആയതുകൊണ്ട് എന്താ പറയുക, ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത് മാത്രമല്ല, പയറുള്ളതുകൊണ്ട് ഭയങ്കര ഗുണമാണ്. അവസാനം അതൊന്ന് തിളച്ച് വരുമ്പോൾ, ഒരുപാട് തിളച്ച് തൂക്കണ്ട, തിളച്ച് വരുമ്പോൾ ഞാനൊന്ന് കടു വറുത്തിടുകയാണ്. കടു വറുത്തതിനകത്ത് ഞാൻ ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമുള്ളൊരു പയറുകറിയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ പയറുകറിയും സ്പെഷ്യൽ ദോശയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പം ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നിടം വരെ, പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ, ബൈ ബൈ, ടേക്ക് കെയർ.